കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ തകരാറിലായതിനാൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നു. ഹാർട്ട് ലങ് മെഷീൻ തകരാറിലാണെന്നും ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നും അറിയിച്ച് രോഗിയെ മടക്കി. മലപ്പുറം വേങ്ങര സ്വദേശി റുബീനയാണ് തിരിച്ചയച്ചത്. ഉപകരണം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. മലപ്പുറം വേങ്ങര സ്വദേശിയായ റുബീന കഴിഞ്ഞ ദിവസം സർജറിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷേ ഉപകരണം ഇല്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞവരുടെ ഭർത്താവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണെന്ന് സംഭവിച്ചത്? അതായത് വെള്ളിയാഴ്ച നമ്മളെ കാണിക്കുന്ന ഡോക്ടർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടുത്തെ ഡോക്ടർ തന്നെയാണ് നമ്മളെ പ്രൈവറ്റായിട്ട് കാണിക്കുന്നത്. ഇവിടെ എക്കോ ടെസ്റ്റ് എടുത്ത് എക്കോ ടെസ്റ്റ് എടുത്ത് ഓല് പറഞ്ഞു ബുധനാഴ്ച വരാൻ പറഞ്ഞു. OP കാണിക്കാൻ പറഞ്ഞു. OP വെച്ചിട്ട് ഞാൻ OP വെച്ചിട്ട് കാണിച്ചു. 3 ഡോക്ടർമാരെ നോക്കി. പെട്ടെന്ന് നോക്കിയാണ്ട് പറഞ്ഞത് സർജനാണ് ചെയ്യണം, അത് ചെയ്യണം. എന്നുള്ള ഉപകരണം ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാടായി. ഞങ്ങൾ ഒരുപാട് പരാതി പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പറയുന്നതിന് ഒരു പരിമിതി ഉണ്ട്. ഇനി ഞങ്ങൾ 3-4 പേഷ്യൻറ്റുമാരെ ഓഫീസൊക്കെ വിട്ടു. അങ്ങനെയെങ്കിലും കൊടുന്നോട്ടെ വെച്ചിട്ട് ഇവിടെ എത്തിച്ചോട്ടെ ഉപകരണം എത്തി. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല ഞങ്ങൾക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്ക് സജ്ജീകരണം ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഡോക്ടർമാരാണ് എന്നോട് പറയുന്നത്. വേറെ മെഷീനൊക്കെ അവിടെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതൊന്നും ആരും അറിയണില്ല. ഞങ്ങളതൊക്കെ കേട്ടു. നിങ്ങൾ ഓപ്പറേഷൻ ഇല്ല. ഞങ്ങളെ പോലത്തെ പിന്നെ എവിടേക്കാ പോകേണ്ടി? തിരുവനന്തപുരത്തേക്ക് പോയിക്കോളായിരുന്നു. നിങ്ങളിത് ഇനി മെഷീനൊക്കെ വന്ന് ചെയ്യണമെങ്കിൽ 6 മാസം പിടിക്കും. ഇനി അങ്ങനെ പോകണം തിരുവനന്തപുരത്തേക്ക്. 4 ചെറിയ കുട്ടികൾ, എൻ്റെ കുട്ടികളെ പഠനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. സ്ഥിതി എന്താ? അവിടെ കിടക്കാണ്. കാരണം നടക്കാൻ കഴിയണില്ല. നേർക്ക് വലിയ എക്കോ ടെസ്റ്റൊക്കെ വീണ്ടും എടുത്തു നോക്കിയപ്പോൾ ആ ഒരു മാംസകഷ്ണം അവിടെ വന്ന് കിടക്കുകയാണ്. അത് നീക്കം ചെയ്യണം. നീക്കം ചെയ്യുമ്പോൾ വാൾവ് മാറ്റണമെങ്കിൽ മാറ്റാറുണ്ട്. അപ്പോൾ അറിയാൻ കഴിയും. ഇപ്പോൾ വണ്ടിൻ്റെ ഇഞ്ചൻ മരിക്കുമ്പോഴല്ലേ അത് അറിയുള്ളൂ. അതേമാതിരി ഇത് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ്. അതുപോലെ ഡമ്മൊക്കെ അടിച്ചാണ്ട് കാണിച്ചൊന്നു ഇതാണ് സംഭവം. അതുപോലെ സ്വകാര്യ ആശുപത്രി ചെയ്യാനുള്ള EMS പെരുന്തമണ്ണ ഉണ്ടല്ലോ, ഇതിന് സജ്ജീകരണം ഉണ്ടല്ലോ, ചെയ്യാനാണ്. അവിടുന്ന് ചെയ്യാനാണ്. ഒന്നും ആയിട്ടില്ല. കാരണം 4 ലക്ഷം റുപ്യ പറഞ്ഞത്. മെഷീനറി ഇല്ലാത്ത അതും വേണം. അതിനൊരു പരിഹാരം കാണണം. ഇനി എനിക്ക് വേണ്ടെങ്കിലും വേണ്ടില്ല. ഇനിയുള്ള പാവപ്പെട്ടവർക്ക് വരുമ്പോൾ മെഷീനറി ഇവിടെ ഇല്ലയെന്ന് പറയരുത്. ഉപകരണം ഇല്ലാത്തത് കാരണം ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരൊക്കെ ഇവരെ അറിയിച്ചത്. നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് 3 കോടി രൂപ വരും ഈ ഉപകരണത്തിന്. ഇത് വാങ്ങാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലഭ്യമാക്കിയിട്ടില്ല, പണം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.